നമസ്കാരം. യുക്രൈൻ യുദ്ധം 3 വർഷത്തിലധികമായി തുടരുകയാണ്. ഇപ്പോഴും ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പല രാജ്യങ്ങളും മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട് എങ്കിൽ പോലും ചർച്ചകൾ നീളുകയാണ്. അമേരിക്ക തന്നെയാണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ആദ്യം രംഗത്തെത്തിയത്. പക്ഷേ അവർ ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ചകളൊന്നും തന്നെ യുക്രൈനെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറിയത്. ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ചേർന്ന് അപമാനിച്ചതും തുടർന്ന് സെലൻസ്കിയെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതുമൊക്കെ തന്നെ ചർച്ചകൾക്ക് ഒരു വിരാമമാകാനുള്ള കാരണവുമായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുകയായിരുന്നു. സെലൻസ്കി ആകട്ടെ താൻ ചർച്ചകൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഇപ്പോഴും ഭൂരിപക്ഷം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ യുക്രൈൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനം ബ്രിട്ടനും ഫ്രാൻസും യുക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ സൈനികരെ യുക്രൈനിലേക്ക് അയക്കാനാണ് തീരുമാനം. യുക്രൈനിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവരെ നിയോഗിക്കില്ല. ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ മാത്രം ഇവരെ നിയോഗിക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത്. ഒപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഇതെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഷയം ഉയരുന്നത് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈ തീരുമാനത്തോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. അവർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, വെടിനിർത്തലിന് ശേഷം പെട്ടെന്ന് റഷ്യ വീണ്ടും ആക്രമണത്തിന് തയ്യാറായാൽ അവിടെയുള്ള ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈനികരെ ആരായിരിക്കും കമാൻഡ് ചെയ്യുക, ആരായിരിക്കും നയിക്കുക എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ബ്രിട്ടനും ഫ്രാൻസിനുമൊക്കെ അവരുടെ സൈനിക മേധാവികളെ അവിടേക്ക് അയച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവശേഷിക്കുന്നുണ്ട്. എങ്കിലും പരമാവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പങ്കെടുപ്പിക്കാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ മുൻകൈയെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു ഉച്ചകോടി ഉടൻ തന്നെ നടക്കുന്നുണ്ട്. ഇതിലേതാണ്ട് 30ഓളം അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഉച്ചകോടിയിൽ വെച്ച് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രപരമായ സൈനികപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നടക്കുക. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ സൈനിക ആസ്ഥാനത്ത് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും യുക്രൈനിൽ ഇടപെടേണ്ടി വന്നാൽ അവിടെ സ്വീകരിക്കേണ്ട സൈനികപരമായ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും യുക്രൈനിലേക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ സൈനികരെ അയക്കാം എന്ന പ്രഖ്യാപനത്തോട് റഷ്യ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഒരു കാരണവശാലും ഇക്കാര്യം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. ഏതായാലും യുദ്ധം ഇങ്ങനെ അനിശ്ചിതമായി നീളുമ്പോൾ റഷ്യ കഴിഞ്ഞ ദിവസം വീണ്ടും യുക്രൈനിൽ അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 20ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് റഷ്യ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ പുടിനാകട്ടെ ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാടുമായി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. യുക്രൈൻ യുദ്ധം ഉണ്ടാകാനുള്ള കാരണക്കാർ യുക്രൈനാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പുടിനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരും ആരോപിക്കുന്നത്. ഏതായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നടത്തുന്ന ഈ ഒരു നിർണായകമായ നീക്കം ആഗോളതലത്തിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന ആകാംക്ഷയിലാണ് ലോകരാഷ്ട്ര തലവന്മാരൊക്കെ തന്നെ. വീണ്ടും യുദ്ധം നീണ്ടുപോവുകയും ഫ്രാൻസും ബ്രിട്ടനും അതിൽ സജീവമായി ഇടപെടുകയും അതും സൈനികപരമായി തന്നെ ഇടപെടുകയും ചെയ്താൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നടക്കാനിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലേക്കാണ്.